അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടാ ഇവിടെ അഡിയോസ് അമിഗോസിന് ശേഷം ചേട്ടൻ്റെ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പം അല്ല ചെയ്യണം. ഇപ്പം മുറയ്ക്കകത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കി കഴിഞ്ഞാൽ EDയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും ഇച്ചിരി ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്. ഇത് ഇവഞ്ച്വലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ? ഇല്ല, ഇത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണേലും സുരേഷിന്റെ കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എങ്ങനെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം. ഒറ്റത്തുള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, അദ്ദേഹം പറ്റും. വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയില്ല, ഞാൻ അതൊക്കെ മേലെ എന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെ അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീര ശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ലിക്സിൻ ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാൽ കൊള്ളാമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവനും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരടാ അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണിക്ക്. അതെ, എളുപ്പമല്ല. വൈകുന്നേരം 4 നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ വയ്ക്കുന്നതാണ്. അത് സുരാജ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എക്സ്ട്രാ ഡീസൻ്റ് എന്നുള്ള കയ്യിലും അതുപോലെ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ഡയറക്ടർ പുള്ളിയുടെ ആത്മകഥയാണിത്, പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിൻ്റെ അതാണ് യഥാർത്ഥ സൈക്കോ. ഇതിൻ്റെ എഴുത്തുകാരനാണ്. അപ്പോൾ ഇവരുടെ ആത്മകഥ അവർ തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. സുരേട്ടാ, ഫസ്റ്റ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം തന്നെ ചെയ്യാനുള്ളൊരു കാരണമുണ്ട്? നമ്മൾ ആദ്യത്തെ പടം എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഒരു ലോക്കാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യാനുള്ളത്? വേണമെങ്കിൽ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ പോലെ തുടങ്ങി ചെയ്യാമായിരുന്നു. പൈസ കിട്ടണോടെ ആദ്യം ചെയ്യാമെന്നായിരുന്നു. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഇൻഡസ്ട്രിയിലെ ഒരു ടോക്ക് ഉണ്ട്, അപ്പോൾ ലിസ്റ്റിനാണ് പ്രൊഡ്യൂസർ എങ്കിൽ ലാഭം കൊയ്തേ പോകത്തുള്ളൂ എന്നൊരു ടോക്ക് ഉണ്ട്. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലെല്ലാം. പിന്നെ ഇപ്പോൾ ഞാൻ കാണുന്നത് 2 പ്രാവശ്യം, ഒന്ന് അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസവും പിന്നെ ഏതാണ്ട് ഈ പ്രസ് മീറ്റ് ഓഡിയോ ലേറ്റിലും കണ്ടു 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന? അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോൾ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ വെട്ടിൽ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ.